ഹായ് ഗായ്സ്, നമുക്കിന്ന് നമ്മുടെ തലസ്ഥാനത്തേക്ക് ഒരു യാത്ര പോയാലോ? തലസ്ഥാനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ തിരുവനന്തപുരത്തേക്ക്. എന്തിനാണെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഞാനും എൻ്റെ കുഞ്ഞു ഫാമിലിയൊക്കെ കൂടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. ഞങ്ങൾ മിനി ബസ്സിലാണ് പോയത്. ഞങ്ങൾ 15ഓളം ആൾക്കാരാണ് ബസ്സിലുണ്ടായത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് ഞങ്ങളെ യാത്ര തുടങ്ങിയത്. 4 മണി കഴിഞ്ഞിനി 4 മണി കഴിഞ്ഞപ്പോൾ പാലക്കുന്നാണ് വിട്ടത്. അവിടെയാണ് എൻ്റെ ഇളമേരെ വീട്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അത്ര ഒരു ഏകദേശം പയ്യന്നൂരോളം നമ്മൾ ബസ്സിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് പയ്യന്നൂർ കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടുന്ന് റെസ്റ്റോറൻറ്റ് പറയുമ്പോൾ ഹോട്ടലാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ചായ വിഭവമൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയ സ്ഥലത്ത് നല്ല ലൈറ്റിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയുമായിരിക്കും. എനിക്ക് ഈ ലൈറ്റിങ്സ് കാണുമ്പോൾ എന്തോ അതിനോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ ലൈറ്റിങ്സ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കുറച്ചെല്ലാം എടുത്തു. ചായക്ക് ഞാൻ ബ്രെഡ് പോക്കറ്റും പിന്നെ പഴംപൊരി എല്ലാം തിന്നത്. എല്ലാവരും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചു. പിന്നെ വീണ്ടും യാത്ര ആരംഭിച്ചു ഗൈസ്. പിന്നെ കുറച്ച് ഇരുട്ടല്ലായല്ലോ, ഒരു 6 മണി 7 മണിയുടെ അടുത്തൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടൊക്കെ ആയി. അപ്പോൾ ഇരുട്ടായപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ദീപകേട്ടനും പിന്നെ നിതിനേട്ടനൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തു, പാട്ടൊക്കെ പാടി നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നെ കാണിക്കാൻ നല്ല പാട്ട് പാടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാട്ടെല്ലാം കേട്ട് അടിപൊളിയായിട്ടാണ് പോയത്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ന്യൂ ഇയറിൻ്റെ തലേദിവസം ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് അന്ന് നല്ല ബ്ലോക്ക് കിട്ടി. നല്ല ബ്ലോക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച് സമയത്തേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ആയല്ലോ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ പ്ലാസ എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് കയറിയത്. അവിടെ നിന്ന് നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ചപ്പാത്തിയും പിന്നെ ചിക്കൻ മസാലയാണ് കഴിച്ചത്. പിന്നെ യാത്ര തിരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി ആയില്ലേ. ഇപ്പം ന്യൂ ഇയറും ഇതൊക്കെ ഞങ്ങൾ ബസ്സിൽ തന്നെ ആയിരുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ന്യൂ ഇയറിന് ഞാൻ ബസ്സിലിങ്ങനെ പോണേ. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് പിന്നെ രാവിലത്തെ കാര്യമാണ് കേട്ടോ. രാവിലെയാണ് ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയില്ലേ. പിന്നെ രാവിലെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. നല്ല വ്യൂ ആയിരുന്നു. എവിടെ എത്തിയെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓലപ്പന്തൽ എന്ന് പറയുന്നൊരു ഹോട്ടൽ കയറി. അത് അടൂരായിരുന്നു കേട്ടോ. അടൂരിലാണ് ഓലപ്പന്തൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ചായ കുടിച്ചു. ഞങ്ങൾ ഭൂരിപക്ഷം നമ്മളെല്ലാവരും ഈ മസാല ദോശയും നെയ് റോസ്റ്റും അതൊക്കെയാണ് തിന്നത്. ഞാൻ നെയ് റോസ്റ്റും പിന്നെ കുറച്ച് ആൾക്കാർ മസാല ദോശ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ തിരുവനന്തപുരത്താണ് റൂം എടുത്തത്. അപ്പോൾ ആ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോയി. പകുതിയും ബസ്സിൽ തന്നെയായിരുന്നു കേട്ടോ. യാത്രയിൽ ഞങ്ങളത് 2-3 ദിവസത്തെ യാത്രയാണ്. പക്ഷേ പകുതിയും ബസ്സിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ജടായുപ്പാറ ആയിരുന്നു കേട്ടോ. ജടായുപ്പാറ അടിപൊളി വ്യൂ ആയിരുന്നു. സൂപ്പറായിരുന്നു ജടായുപ്പാറേൻ്റെ വ്യൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വലിയമ്മേരൊപ്പരം മൂട്ടൻ്റെ ഒപ്പരമൊക്കെ വീഡിയോ എടുത്തു. അങ്ങനെ യാത്ര കുറേ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങൾ ഈ ഇറങ്ങുന്ന തിരുവനന്തപുരം എത്തുന്ന വരെയുള്ള എല്ലാ വീഡിയോസും എടുത്തില്ല. കുറേ അവിടെ നിർത്തി. അവിടെ നിന്ന് ചായ കുടിച്ചു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ എത്തി തിരുവനന്തപുരം എത്തി കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് 12 മണി കഴിഞ്ഞിന്. എന്നിട്ട് നമ്മൾ റൂമിലൊക്കെ കയറി. അവിടെ തിരുവനന്തപുരത്താണ് കേട്ടോ. ആറ്റിങ്ങിലാണ് നമ്മൾ റൂം എടുത്തിട്ട് അവിടെ കുറച്ച് സമയം നമ്മൾ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫുള്ള് ഫ്രഷൊക്കെ ആയിട്ട് റെഡിയായി. സംഭവം എന്താ വെച്ചാൽ നമ്മൾ തിരുവനന്തപുരമാണല്ലോ തിരുവനന്തപുരം എത്തിയോണ്ട് ഞങ്ങൾ പത്മനാഭസ്വാമിയെ കാണാൻ എങ്ങനെ പോവുക, അങ്ങനെ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിലാണ് പോയത് കേട്ടോ. വിരാട് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അടിപൊളി ഫുഡൊന്നും ആയിരുന്നില്ല. എനിക്കെന്തോ വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല കേട്ടോ. വെജാണ്. ആടത്തെ നോൺ വെജ് രസം ഉണ്ടാവുമായിരിക്കും. ഞങ്ങൾ പിന്നെ അമ്പലത്തിൽ പോകുന്നതായിട്ട് ഭാഗമായിട്ട് വെജ് കഴിച്ചില്ല. അങ്ങനെ അവിടുന്ന് ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി. അമ്പലത്തിൽ നമ്മളെ സെയിം ബസ്സിൽ തന്നെ, ഞങ്ങളുടെ ബസ്സിൽ തന്നെ പോയത് കേട്ടോ. ഞങ്ങൾ പോയ ബസ്സിൽ തന്നെ പോയത്. അതിൻ്റെ പോകുന്ന വഴിക്കുള്ള നല്ല കാഴ്ചയെല്ലാം ഉണ്ടായിനി. പിന്നെ അമ്പലത്തിലെത്തിയപ്പോൾ പിന്നെ പറയണ്ട എൻ്റെ അമ്മേ, എന്ത് തിരക്കെന്ന് പറഞ്ഞാൽ അമ്മാതിരി തിരക്ക്. അവിടെ അറിയാമല്ലോ, അവിടെ എന്തായാലും നല്ല തിരക്കുണ്ടാകുന്ന പൊതുവേ അറിയാം. പക്ഷെ ഞങ്ങൾ അവിടെ പോയിട്ട് പെട്ടുപോയിന്. കാരണം 3-3:30 നിന്ന ക്യൂ ആണ്. നമ്മൾ ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് 5:30 എല്ലാം കഴിഞ്ഞിന്. 5:30 6 മണിയുടെ അടുത്തായിന്. പിന്നെ റിട്ടേൺ വരുമ്പോഴും 7 മണി കഴിഞ്ഞിന്. കാരണം അത്രയ്ക്ക് തിരക്കാണ്, പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ എന്താക്കി, കുറേ പൂവെല്ലാം മേടിക്കാനുണ്ടായിന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണമുണ്ട്. അതിന് വേണ്ടി കുറച്ച് പൂവെല്ലാം മേടിക്കാനുണ്ടായിന്. പിന്നെ പൂവെല്ലാം മേടിച്ചു.
എല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. നോൺ വെജ് ആയിരുന്നു. ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഫുഡ് കോർട്ടിലാണ് കയറിയത്. മന്തിയൊക്കെ കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിച്ചില്ല. ഞങ്ങൾ ആരും വലിയ മന്തി ഫാൻസ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വീണ്ടും ഞാൻ വെള്ളയപ്പം പിന്നെ ചിക്കൻ്റെ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഓരോരുത്തർ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ റൂമിലേക്ക് എത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയുള്ള പരിപാടി. രാത്രിയിൽ വന്നിട്ട് പിന്നെ ബനായില്ലേ, പിന്നെ ഉറങ്ങി. അതുകൊണ്ട് പിന്നെ രാവിലത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലത്തെ വീഡിയോ ആണ് എടുത്തത്. രാവിലെ എണിച്ച കോലാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എണിച്ചിട്ട് ഞാൻ പിന്നെ എണിച്ചപാടെ ഞാൻ പുറത്ത് കഴിഞ്ഞ് എന്താക്കി, അവിടെ മൊത്തം നോക്കി രാവിലത്തെ വ്യൂ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വേറെ റൂമിൽ ആളുണ്ടായിട്ടില്ല, മീത്തേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ രാവിലെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പള്ളിയറ റെസിഡൻസിയാണ് ഞങ്ങൾ നിന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തൊരു ശരവണ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ശരവണ ഭവൻ അല്ലേ, ശരവണ ഭവൻ. അപ്പോൾ ആ ശരവണ ഭവനിൽ പോയിട്ട് ഞങ്ങൾ ചായ പിടിച്ചു. തൊട്ടടുത്താണ്, നടന്നിട്ടാണ് പോയത്. എല്ലാവരും നടന്നിട്ട് ഞങ്ങൾ ചായ പിടിക്കാൻ പോയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ചായയും നല്ല ഇതൊക്കെ ആയിരുന്നു. അന്നും അങ്ങനെ തന്നെ മസാല ദോശയും നെയ്റോസ്റ്റും ഇതേ ഇല്ലും വേറൊരു മെനുള്ള സാധനം അവിടെ നിന്നും കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക്. അതൊന്നും തിന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഒരു പൂവിൻ്റെ പീടികയുണ്ട്. അപ്പോൾ ആ സത്യം പറഞ്ഞാൽ മുല്ലപ്പൂ കിട്ടിയിട്ടാണ് നമുക്ക് കുറേ തപ്പിയിട്ട് മുല്ലപ്പൂ കിട്ടിയിട്ടേ ഇല്ല. അങ്ങനെ വെള്ള പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തത്. അങ്ങനെ പൂവ് അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടി പോയി. പിന്നെ കുറച്ച് നടന്നു. പിന്നെ ഞങ്ങൾ പോയിട്ട് റെഡി ആവലായിരുന്നു. ഫുള്ള് ഫ്രഷൊക്കെ ആയിട്ട് റെഡി ആവലായിരുന്നു പരിപാടി. ഞാൻ ഭയങ്കരത്തിലൊക്കെ ഉണ്ടായിരുന്നു എടുക്കുക. പിന്നെ റെഡി ആയിട്ട് ഞങ്ങൾ എന്താക്കി, അമ്പലത്തിൽ പോകാൻ വേണ്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ കല്യാണമാണ്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞങ്ങളുടെ പെണ്ണ് ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ചെറുതായിട്ടൊരു കല്യാണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നിരിക്കുകയാണ്. ചെറിയ 2 ഫാമിലീസ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയാണ്ട് വെച്ചത്. അത് ശാർക്കര അമ്പലത്തിലായിരുന്നു, തിരുവനന്തപുരത്തുള്ള ശാർക്കര അമ്പലത്തിലായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റെഡി ആയിട്ട് ബസ്സിൽ, നമ്മൾ വന്ന അതേ ബസ്സിൽ തന്നെയാണ് പോയത് അമ്പലത്തിലേക്ക് കേട്ടോ. അമ്പലത്തിലേക്ക് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല അമ്പലം കേട്ടോ, വലിയ അമ്പലം. നല്ല വലിയ അമ്പലമായിരുന്നു. അവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എത്തിയിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയത്തിയുടെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത്. അവർക്ക് കുറച്ച് ചടങ്ങുകളുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ചടങ്ങുകളുണ്ട്. അങ്ങനെ രണ്ടും കൂടി മിക്സായിട്ട് എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ. അവർക്ക് നമ്മളെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്നു. അപ്പോൾ അവർ കാത്തിക്കുന്നുണ്ടായിരുന്നു. ഓറാണെങ്കിൽ അപ്പുറത്തല്ലേ വരാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ അവർ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്നു. സ്വീകരിക്കുമ്പോൾ ചെറുക്കനെയാണ് അത് സ്വീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ അമ്പലത്തിനുള്ളിൽ കയറുന്നു. അത് കഴിഞ്ഞിട്ട് പെണ്ണിന് സാരി ഉടുക്കൽ ചടങ്ങുണ്ട്. അത് ഞങ്ങളുടെ ഭാഗത്തുള്ള ചടങ്ങ്, അവർക്ക് അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാരി ഉടുക്കൽ ചടങ്ങ്, പിന്നെ സാരി ഉടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെണ്ണിനെ ഒരുക്കൽ, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം. അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകൾ കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നടന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ കല്യാണം നടന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ചടങ്ങുകളാണ് ഞാൻ കാണുന്നത്. ചടങ്ങുകളല്ല, കല്യാണം നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കറിയാമല്ലോ അതിലെന്താ, താലികെട്ടുക, പിന്നെ മോതിരം മാലയിടുക, അങ്ങനെ നോർമൽ എല്ലാ കല്യാണം പോലെ തന്നെ കല്യാണം ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം ചടപടയെന്ന് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. പിന്നെ നേരെ ഫുഡ് കഴിക്കലായിരുന്നു. സദ്യയായിരുന്നു, നല്ല സദ്യ, കുറേ കറികളൊക്കെ ഉള്ള അടിപൊളി സദ്യ. പിന്നെ ഞങ്ങൾ റിട്ടേണായിരുന്നു, പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഏച്ചി കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നാട് വിട്ടിട്ട്, കാരണം ഒന്നാമത് തെക്കുന്ന് വടക്കിലേക്ക് വരുന്നതല്ലേ, തിരുവനന്തപുരത്ത് നേരെ കാസർഗോഡേക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പം എന്നാലും പുള്ളിക്കാരി ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ രാത്രി പോകുമ്പോൾ എല്ലാവരും കുറച്ച് സാഡായിരുന്നു. പക്ഷെ ഞങ്ങൾ അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് ചേച്ചീനെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ കയറി, ഒരു ഓച്ചിറ അമ്പലം, കൊല്ലത്തങ്ങാണ്ട് ഉള്ള ഒരു ഓച്ചിറ അമ്പലത്തിൽ നമ്മൾ കയറിനി. അവിടെ കയറുന്നതിന് മുമ്പ് ദീപക്കൻ്റെ ജ്യൂസ് വെച്ചുള്ള ഷോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഓച്ചിറ അമ്പലത്തിലൊരു താമരക്കുളമല്ലേ ഇപ്പോൾ അത്, താമരക്കുളം പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കയറി. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ, അവിടെ ഒരു പുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ജന്മനക്ഷത്രം ഉണ്ടാവില്ലേ, ആ ജന്മനക്ഷത്രത്തിന് ഇന്ന മൃഗം, ഇന്ന മരം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ഇന്ന പക്ഷി, അങ്ങനെയൊക്കെ ഉണ്ട്. ജാതകപ്രകാരം അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, വിഷ്വൽ റിപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് അവിടെ ഉണ്ടായത്. ഇന്ന നക്ഷത്രത്തിന് ഇന്ന മരം എന്നുള്ള രീതിക്ക് ഞങ്ങളതൊക്കെ നോക്കി. പിന്നെ പുറത്തുള്ള ചന്തയൊക്കെ നോക്കി. പിന്നെ ഐസ് കഴിച്ചു. അവിടെ ഐസ് ഉണ്ടായിന്.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. പിന്നെ രാത്രിക്ക് നമ്മൾ പിന്നെ ഫുഡ് വേറെ കഴിച്ചിട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസും ഞങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർ അതാ കഴിച്ചത്. ഞങ്ങൾ രാത്രി കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നല്ല ഫുഡൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എത്തിയ സ്പോട്ടും അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഞാൻ ഉറങ്ങിയില്ലേ, പിന്നെ ഉറങ്ങി പിന്നെ എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഉറങ്ങിയിട്ട് രാവിലെ കോഴിക്കോട് എത്തുമ്പോഴാണ് അറിയുന്നത്. കോഴിക്കോട് എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷൊക്കെ ചെയ്ത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു കേട്ടോ, അത് എടുത്തിട്ടാണ് വീഡിയോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി ഹൗസിലാണ് പോയത്. കോഫി ഹൗസിൽ പോയി ചായ എല്ലാം കുടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ടാണ് ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.